ഇറാനിലൊക്കെ നൊമ്പരപ്പെടുത്തുന്ന വാർത്തകൾ വരുന്നു. ടെലിവിഷൻ അവതാരകൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വാർത്ത വായിക്കുന്നു. ഈ അവസ്ഥയിലാണ്. മാത്രമല്ല, തിരിച്ചടിക്കുമെന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയുടെ സൈനിക താവളങ്ങളിലേക്കും അതുപോലെ അവരുടെ സ്ഥാവര ജംഗമ സ്വത്തുക്കളിലേക്കുമൊക്കെ തന്നെ ആക്രമണം നടത്തുമെന്ന് ഭീഷണിയുണ്ട്. മാത്രമല്ല, തങ്ങൾക്ക് തിരിച്ചടിക്കാനുള്ള അവകാശമുണ്ടെന്ന് ഐക്യരാഷ്ട്ര സംഘടനയും ഇറാൻ അറിയിച്ചു കഴിഞ്ഞു. മാത്രമല്ല, ഇസ്രയേലിന് നേരെയും അവരുടെ ആക്രമണം വരും എന്ന ഭീഷണി വന്നു കഴിഞ്ഞു. ഗൾഫ് നാടുകളിലാകെ വല്ലാത്ത ഒരു ചെറിയ രീതിയിലാണെങ്കിൽ പോലും പല രാജ്യങ്ങളിലും ആശങ്ക നിലനിൽക്കുകയാണ്. എന്നാൽ പൊതുവെ അമേരിക്കയിൽ ഇതൊന്നും വലിയൊരു വാർത്തയാകുന്നില്ല എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഇൻ്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ഞങ്ങളുടെ യുദ്ധകാര്യ സ്പെഷ്യലിസ്റ്റ് കൂടിയായ ബി ദിലീപ് കുമാർ തത്സമയം ചേരുന്നു. ദിലീപ്, ഇപ്പോൾ എന്താണ് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ കഴിയുന്ന അവസ്ഥ? പ്രവാസികളുടെ കുടുംബമൊക്കെ കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഭയപ്പെടുത്തുന്ന സാഹചര്യം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ ഈ പ്രഭാതത്തിൽ. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ആയത്തുള്ള അലി ഖമൈനിയുടെ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇറാനെ സംബന്ധിച്ച് ഇറാന്റെ ഭരണ നേതൃത്വം അത് 3 അംഗ സമിതിയിലേക്ക് മാറിയിരിക്കുകയാണ്. ഇറാന്റെ ഭരണഘടനാ പ്രകാരം തന്നെ ആ നിലയിൽ, അതായത് ഇറാന്റെ പരമോന്നത നേതാവില്ലെങ്കിൽ അതൊരു 3 അംഗ സമിതിയിലേക്കായിരിക്കും അധികാരം എത്തുക എന്നത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതനുസരിച്ച് ഇപ്പോൾ 3 അംഗ സമിതിയാണ് ഇറാന്റെ ഭരണ നേതൃത്വത്തിലേക്ക്. അതിൽ ഒന്ന് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനാണ്, മറ്റൊന്ന് ഇറാന്റെ ജുഡീഷ്യറി തലവനാണ്, മൂന്നാമത്തെ അംഗം അവിടുത്തെ ഒരു പുരോഹിതനാണ്, ഗവേണിംഗ് കൗൺസിലിലെ പുരോഹിതനാണ് ഇതിൽ മൂന്നാമത്തെ അംഗം. ഈ 3 പേരെ അടങ്ങുന്ന സമിതിയായിരിക്കും ഇനി ഇറാന്റെ അടുത്ത ഒരു നേതാവിനെ, പരമോന്നത നേതാവിനെ തെരഞ്ഞെടുക്കുന്നത് വരെയുള്ള ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ പുതിയൊരു നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനും ചില നടപടിക്രമങ്ങളുണ്ട്. 88 അംഗ സമിതിയാണ് ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത്. ആ 88 അംഗ സമിതി എന്ന് പറയുന്നത് ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന മതപണ്ഡിതരടങ്ങുന്ന സമിതിയാണ്. ആ സമിതി വിവിധ കാര്യങ്ങൾ പരിഗണിച്ചായിരിക്കും പുതിയ പരമോന്നത നേതാവ് ആരായിരിക്കും എന്നതിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. ആ നേതാവിന്, അതായത് അവർ ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ പരിഗണിക്കുന്ന പേരുകാർ അവർ ഇസ്ലാമിക പാണ്ഡിത്യമുള്ളവരായിരിക്കണം, ഭക്തിയുള്ളവരായിരിക്കണം, രാജ്യാന്തര തലത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് വീക്ഷണമുള്ളവരായിരിക്കണം, വിശാലമായ അറിവുള്ളവരായിരിക്കണം. അങ്ങനെയുള്ള നിരവധി ഘടകങ്ങൾ പരിഗണിച്ചായിരിക്കും പുതിയൊരു നേതാവിനെ തെരഞ്ഞെടുക്കുക. അതുവരെ ഈ 3 അംഗ സമിതി കാര്യങ്ങൾ ഇറാനെ സംബന്ധിച്ച് അവരുടെ ഭരണം നിയന്ത്രിക്കും. മറ്റൊന്ന്, അവിടുത്തെ ദേശീയ സുരക്ഷാ കൗൺസിലിൻ്റെ സെക്രട്ടറി കൂടിയായ അലി ലാരിജാന് കൂടുതൽ അധികാരം നൽകിയിട്ടുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്ന തരത്തിലുള്ള വാർത്തകൾ നിരവധി പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതായാലും 3 അംഗ പുതിയൊരു പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് ഇറാൻ കടക്കാൻ ഒരുങ്ങുകയാണ്. പക്ഷേ അതെങ്ങനെയായിരിക്കും എന്നതൊക്കെ സംബന്ധിച്ച്, അങ്ങനെ ഒരു പുതിയൊരു പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കാൻ കഴിയുമോ, അതോ അവിടെ അമേരിക്ക, ഇസ്രായേൽ സൈനിക നടപടിക്ക് പിന്നാലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പാവ ഭരണകൂടത്തെ അവർ അവിടെ പ്രതിഷ്ഠിക്കുമോ എന്നത് സംബന്ധിച്ചൊന്നും ഇപ്പോഴും വ്യക്തമല്ല. ഏതായാലും ഇറാനെ സംബന്ധിച്ച് ഈ നിമിഷം അക്ഷരാർത്ഥത്തിൽ നടുങ്ങിയിരിക്കുകയാണ്. അവരുടെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനൈ കൊല്ലപ്പെട്ടിരിക്കുന്നു. അമേരിക്കൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വാർത്ത ഇറാൻ നടുക്കത്തോടെയാണ് ഈ വാർത്ത കേട്ടത്. ഇറാന്റെ പല ഭാഗങ്ങളിലും ജനങ്ങൾ തെരുവിലിറങ്ങിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും അവർ പ്രതിഷേധിക്കുന്നുണ്ട്. വലിയ സങ്കടക്കടൽ പല ഭാഗങ്ങളിലും ദൃശ്യമാണ്. ഏതായാലും ഈ കാര്യത്തിൽ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു പ്രതികരണം വന്നിട്ടുള്ളത്, ഇനി ഇറാനിലെ സാഹചര്യം, ഇറാനുമായി ചർച്ച ചെയ്യുന്നതിനുള്ള കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിലായിരിക്കുകയാണെന്നാണ് CBS ടെലിവിഷൻ ചാനലിന് അനുവദിച്ച അഭിമുഖത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ ഉണ്ടായിരുന്നത് പോലെ, അല്ലെങ്കിൽ ഇന്നലെ വരെ ഉണ്ടായിരുന്നത് പോലെയല്ല ഇറാനിലെ കാര്യങ്ങളെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ട്. ശക്തമായി തിരിച്ചടിക്കുമെന്നാണ് ഇറാൻ ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത്. അവരുടെ പരമോന്നത നേതാവിൻ്റെ മരണത്തിന് ഇടയാക്കിയവർക്കെതിരെ ശക്തമായ തിരിച്ചടി ഉണ്ടാകും. പ്രതികാരത്തിന് തുനിഞ്ഞിരിക്കുകയാണ്. ഇറാന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും അത് എന്ന കാര്യം കൂടി ഇറാൻ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. SK ദിലീപ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.